ഇന്നലെ രാത്രി കുറേ ഉറങ്ങാൻ നോക്കി, ഉറക്കം വരുന്നില്ല. ഇങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടന്നു നോക്കി, ഉറക്കം വരുന്നില്ല. എന്തൊക്കെയോ ചെയ്ത് കുറേ നേരം മൊബൈലിൽ കുത്തിയിരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരുന്ന് 10 മണിക്ക് ഉറങ്ങാൻ കിടന്ന് ഞാൻ ഉറങ്ങിയത് രാത്രി 12 മണിയായപ്പോഴത്തേക്കിനും. അങ്ങനെ അവസാനം ദിനം വന്നെത്തി. നമ്മൾ പോകുന്നു ലണ്ടനിലേക്ക്. KLTUK യാത്ര ലണ്ടനിൽ പോകാൻ വേണ്ടി പോവാണ്. നമ്മുടെ യാത്രയുടെ ആ ഒരു അന്തിമഘട്ടമെത്തി. നമ്മൾ കുറേ കഥ പറയാനുണ്ട്. രാവിലെ എണീറ്റ് ബാഗെല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്ത് സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് നമ്മുടെ പച്ച ബാക്ക് പാക്കും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, അപ്പോൾ വെൽക്കം ടു ടെക് ട്രാവൽ ഇറ്റ് KLTUK. ഫൈനൽ വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അയർലൻഡ് വരെ പോകും. എന്നാലും നമ്മൾ ലണ്ടനിൽ എത്തുന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മാത്യു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്യു താങ്കൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോവാണല്ലേ? യെസ്. അപ്പോൾ നമ്മളെത്തി ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ നിന്ന് ആക്ച്വലി രാവിലെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ലണ്ടനിലേക്ക്. ഇവിടെ നിന്ന് ശരിക്കും 3.5-4 മണിക്കൂറിൽ യൂറോസ്റ്റാറിൻ്റെ ബുള്ളറ്റ് ട്രെയിൻ ലണ്ടനിലെത്തും. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന് ടിക്കറ്റ് കിട്ടിയില്ല. ആംസ്റ്റർഡാമിൽ നിന്ന് കയറി പോകണം എന്നായിരുന്നു ഓപ്ഷൻ പ്ലാൻ. പക്ഷെ നമുക്ക് അതിന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബ്രസൽസ് പോയിട്ട്, അതായത് ബെൽജിയത്തിൽ ഉള്ള ബ്രസൽസ്, അതായത് ഇവിടെ അടുത്ത രാജ്യം ബെൽജിയം വഴിയാണ് എല്ലാ ട്രെയിനും പോകുന്നത്. ബ്രസൽസ് പോയിട്ട് ഇവിടെ നിന്ന് 3 മണിക്കൂർ ലോക്കൽ ട്രെയിനിൽ കയറി ബ്രസൽസ് പോകണം. അവിടെ നിന്ന് 2 മണിക്കൂർ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറി എവിടെ പോവും? ലണ്ടൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. എന്താ പറയുക, ഞാനൊരു 3 ദിവസം എൻജോയ് ചെയ്തു, റിലാക്സ് ചെയ്തു. താങ്ക് യു ഫോർ ദ ഹോസ്പിറ്റാലിറ്റി, താങ്ക് യു ഫോർ ദ ഫുഡ്. എന്താ പറയുക, എല്ലാം താങ്ക് യു. എൻ്റെ ബാഗിൻ്റെ തോളസ് കിട്ടുന്നില്ലല്ലോ. കമോൺ വരൂ. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ. യെസ്, നാട്ടിൽ വരുമ്പോൾ വിളിക്കണം, നാട്ടിൽ വരുമ്പോൾ കാണണം. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ആംസ്റ്റർഡാം സെൻട്രൽ ഗൈസ്, ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. സമയം രാവിലെ 6:45. ഹലോ ഗൈസ്. ഹലോ. യെസ്, അങ്ങനെ ഞാൻ ലണ്ടൻ എത്താൻ പോവാണ് ഗൈസ്. ഓ അയ്യോ, അപ്പായിക്ക് ഉമ്മ തന്നു മുത്ത്. അപ്പായിക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയടാ. ഓ താങ്ക് യു. യെസ്. തകർക്കൂ. We miss you guys. We miss you. എന്താ ഋഷി? അപ്പ ലണ്ടൻ പോവാ ഋഷി. അപ്പ ഈസ് ഗോയിങ് ടു ലണ്ടൻ. അത് രാജ്യമോ? അത് UK. ലണ്ടൻ ഈസ് ഇൻ UK. അപ്പ ഏത് രാജ്യത്താ? അപ്പാടെ കൂടെ ആരാ? അപ്പ ഒറ്റയ്ക്കാണോ? അതൊക്കെയാണ് ഋഷിക്ക് അറിയേണ്ടത് അല്ലേ ഋഷി? അമ്മ ചോദിക്കേണ്ട ചോദ്യം അമ്മ പറഞ്ഞ് ചോദിപ്പിക്കുന്നതാണ്. ഇടി അപ്പ ഒറ്റയ്ക്കാണോന്നൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ലണ്ടൻ. ഓക്കെ, സീ യു ഗൈസ്. ബൈ ഗൈസ്. ലവ് യു ഗൈസ്. ബൈ. സീ യു. ഇവിടെ പ്ലാറ്റ്ഫോമിനകത്ത് കയറണമെങ്കിൽ നമ്മുടെ ടിക്കറ്റിലെ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്യണം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. യെസ്, പെർഫെക്റ്റ്. ഓക്കെ, യെസ്, നമ്മൾ കയറി. ഇവിടെ നിന്ന് 7:19 ഈ കാണുന്ന റോട്ടർഡാം സെൻട്രലിലേക്കുള്ള ഒരു റീജിയണൽ ട്രെയിനിൽ വേണം ഞാനിപ്പോൾ കയറി പോകാനായിട്ട്. റോട്ടർഡാമിൽ പോയിട്ട് 6 മിനിറ്റ് ട്രാൻസിറ്റിൽ എനിക്ക് അടുത്ത ട്രെയിനുണ്ട് നമ്മുടെ ബ്രസൽസിലേക്ക്. അങ്ങനെ 2 ട്രെയിൻ മാറി വേണം കയറാനായിട്ട്. അതായത് ഇവിടുന്ന് ഡയറക്റ്റുള്ള ട്രെയിൻ 3 മണിക്കൂർ എത്തുമ്പോഴത്തേക്കിനും ഇത് ഞാൻ 4 മണിക്കൂർ എടുക്കും. എനിക്ക് 1 മണിക്കൂർ എക്സ്ട്രാ എടുക്കും. ഞാൻ ഈ KLTUK യാത്രയിൽ ഈ യൂറോപ്പിൽ ഞാൻ ട്രാവൽ ചെയ്ത ട്രെയിനിൻ്റെ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ഇതുവരെ 23 രാജ്യങ്ങളിൽ ഞാൻ ഈ യൂറോയിൽ പാസ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്തു. ഞാൻ UK അയർലൻഡും കൂടെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ 25 രാജ്യങ്ങളിൽ ഞാൻ ഈ യൂറോയിൽ പാസ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്തു. ഞാൻ 900 യൂറോ ആണ് ഞാൻ ഈ യൂറോയിൽ പാസിന് കൊടുത്തത്. പക്ഷേ എങ്ങനെ പോയാലും ഞാൻ മിനിമം ഒരു 5
€5,000 അതായത് €5,000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരും. മിനിമം ഒരു 5 ലക്ഷം രൂപയ്ക്കെങ്കിലും ഞാൻ ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവിടുത്തെ ട്രെയിൻസ് ആർ വെരി എക്സ്പെൻസീവ്. ഇപ്പം ഞാനിപ്പോൾ പോകുന്ന ഈ റൂട്ടിൽ ശരിക്കും ഞാൻ ബെൽജിയം ടു ലണ്ടൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ മിനിമം ഒരു 30,000 രൂപ വരും. അതിന് ഞാൻ ആകെ കൊടുത്തിരിക്കുന്നത് 3,000 രൂപയാണ്. കാരണം എനിക്ക് പാസ് ഉള്ളതുകൊണ്ട് സീറ്റ് റിസർവേഷൻ ചെയ്താൽ മതി. അപ്പം 30,000 3,000 തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനങ്ങനെ എത്ര ട്രെയിൻ യാത്രകളാണ് ഈ ട്രിപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഞാൻ 14,854 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തു. 80 ട്രെയിനുകളിൽ ഞാൻ ഇതുവരെ യാത്ര ചെയ്ത് കഴിഞ്ഞു. 77 സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു. 7 ദിവസം 15 മണിക്കൂർ 42 മിനിറ്റ് ഞാൻ ട്രെയിനിലിരുന്നു എന്നാണ് ഇതുവരെ ഞാൻ എൻ്റെ യൂസ് അടക്കമുള്ള കണക്ക് പറയുന്നത്. അത്രയും ഞാൻ യൂസ് ചെയ്തു. യൂറോപ്പിൽ നിങ്ങൾ ഒരു 5 ദിവസത്തിലധികം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, ട്രെയിൻ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ യൂറെയിൽ പാസ് എടുക്കുക, ഇല്ലെങ്കിൽ ഇൻ്റർറെയിൽ പാസ് എടുക്കുക. സിമ്പിളാണ്. ഇതിനും ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അഫോർഡബിളാണ്, ഒത്തിരി പൈസ ലാഭിക്കാം. രാവിലെ നോക്കിയ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഞാൻ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഇത്ര ഭംഗിയാണല്ലേ ആ സൺ ഇങ്ങനെ വരുന്ന കാണാനായിട്ട്. നമുക്കിന്ന് പോകേണ്ട ആദ്യത്തെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ മൊത്തം 3 ട്രെയിൻ മാറി കയറണം, എന്നാലേ എനിക്ക് ലണ്ടൻ എത്താൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ട്രെയിനിന് വരെ 3 ട്രെയിൻ മാറി കയറണം. ഇതൊരു സ്റ്റേഷനിലെത്തി, ഗൗഡമ സ്റ്റേഷൻ്റെ പേര്. ഇപ്പോൾ ആൾക്കാർ ഇടിച്ച് കയറും പുറത്ത്, അതുപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇത്ര നേരത്തെ തിരക്കൊന്നുമില്ലായിരുന്നു. ഇന്ന് മൊത്തത്തിൽ പണിയാണേ. ഇന്ന് 8:34 എനിക്ക് എത്തേണ്ട ട്രെയിൻ ഇവിടെ 8:40 എത്തുള്ളൂ. ഫസ്റ്റ് കണക്ഷൻ മിസ്സാവും. എനിക്കിതറിയാം, ഞാൻ അവിടെ നേരത്തെ ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, ട്രെയിനൊക്കെ 40 മിനിറ്റൊക്കെ ഡിലേ കാണിക്കുന്നു. അടിപൊളി. രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഇത്ര തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ യൂറോപ്പിൽ കയറിയിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ തിരക്ക്. ഇത് തിരക്കാന്ന് നോക്കി. ഉയ്യോ, ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് റോട്ടർഡാം സെൻട്രലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്കിനിയിപ്പം ബെൽജിയത്തിലേക്കുള്ള, ബ്രസൽസിലേക്കുള്ള ട്രെയിൻ കയറാനായിട്ട്. ഇവിടുത്തെ മറ്റേ യൂറോ സിറ്റി ട്രെയിനുകളൊക്കെ എന്തൊക്കെയോ ഡിലേ ആയിട്ടുണ്ട്, എന്തൊക്കെയോ വള്ളിയുണ്ട് മൊത്തത്തിൽ. ലാസ്റ്റ് ദിവസം എന്തൊക്കെയൊക്കെ വള്ളിയാവുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നേരത്തെ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ കയറി വേണം എനിക്ക് ബ്രസൽസിലേക്ക് പോകാനായിട്ട്. ബെൽജിയം ബ്രസൽസിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇതിനകത്ത് ഓൾറെഡി നിറച്ച ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ ഇവിടെ ഇറങ്ങുമോ അതോ എന്നാ പരിപാടി? ഇത് അവിടെ നിന്ന് വന്ന ട്രെയിനാണ്, ഇവരെല്ലാം ഇവിടെ ഇറങ്ങും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ബെൽജിയത്തിൻ്റെ ട്രെയിനിലാട്ടോ കയറിയേക്കുന്നത്. ബെൽജിയത്തിൻ്റെ ട്രെയിൻ അടിപൊളിയാണല്ലോ, നല്ല ട്രെയിനാണല്ലോ, നല്ല കിടിലൻ വൃത്തിയുള്ള ട്രെയിൻ. റിസർവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത നഹിഹ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വി വിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ട്രെയിൻ ഇവിടെ നിന്ന് 2 മണിക്കൂർ എടുക്കും ബ്രസൽസ് എത്താനായിട്ട്. അത് എന്താ പറയുക, ബാക്കിയുള്ള ട്രെയിനുകളൊക്കെ ലേറ്റ് ആയതുകൊണ്ടായില്ല. 1.5 മണിക്കൂർ മതി ബേസിക്കലി. ഇത് 1/2 മണിക്കൂർ കൂടുതലെടുക്കും. ഇവിടെയൊക്കെ എന്ത് നല്ല വെതറാന്ന് നോക്കിയത്. നല്ല സണ്ണി ഡേ, നല്ല വെയിൽ. ആഹാ, അടിപൊളി. ഇത് നമ്മൾ ലണ്ടൻ എത്തുമ്പോഴത്തേക്കിനും എന്തായിരിക്കും എന്ന് കണ്ടറിയണം. ഇന്ന് മൊത്തം വള്ളിയാണ് ഗൈസ്. എവിടെയൊക്കെയോ കൊണ്ട് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുക, ഒരു രക്ഷയിൽ എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. നമ്മളങ്ങനെ ബ്രസൽസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബ്രസൽസ് എന്ന് പറയുന്ന വലിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രസൽസ് എന്തൊക്കെയോ പറഞ്ഞ് കുറേ സ്റ്റേഷനിൽ നിർത്തി. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്, ബ്രസൽസ് മിഡി. ലേറ്റാണ് ട്രെയിൻ, 10 മിനിറ്റ് ലേറ്റ് ഇപ്പം തന്നെ ഓൾറെഡി. അങ്ങനെ 20 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ ഇവിടെ ബ്രസൽസ് മിഡി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയാണ് ഏറ്റവും വലിയ കടമ്പ, നമ്മുടെ KLTUK യാത്രയിലെ അവസാനത്തെ ഇമിഗ്രേഷൻ. അതിവിടെ ഉണ്ട്. മിക്കവാറും ഇവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്, സോ എനിക്കറിയത്തില്ല എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. പോയി നോക്കണം. ഇതൊരു സാധാരണ റെയിൽവേ സ്റ്റേഷനാണ്. ഇൻ്റർനാഷണൽ ട്രെയിനുകളൊക്കെ പോകുന്നത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോയി നോക്കാം പരിപാടികൾ. ഇന്ന് ഭയങ്കര തണുപ്പാട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും മൂടിയിരിക്കുന്നു മൊത്തം. ഇവിടെ നമുക്കിനി UK ടെർമിനൽ എന്നും പറഞ്ഞുകൊണ്ടുണ്ടാവും. അതെവിടെയാന്ന് പോയി തപ്പട്ടെ. UK ടെർമിനൽ നല്ല തിരക്കൊന്നുമില്ലല്ലോ. ഇത് എവിടെ സംഭവം എന്നുള്ളത്? എന്ത് ഇത് തന്നെയാണോ സ്റ്റേഷൻ? എനിക്കൊരു സംശയമുണ്ട്. ഇത് ഒരു ആളും പേരൊന്നും കാണുന്നില്ല. യെസ് കാണാം. ഇത് തന്നെയാണ് സ്ഥലം. ഇതിവിടെ ഇൻ്റർനാഷണൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് UK കൗണ്ടർ എന്നും പറഞ്ഞിട്ട്, അതായത് UK സംഭവം എന്നും പറഞ്ഞുണ്ടാവും. ഇതുണ്ടല്ലേ, ഇൻ്റർനാഷണൽ ഹൈസ്പീഡ് ഇൻ്റർനാഷണൽ ട്രെയിൻസിൻ്റെ ഏരിയ ആണിത്. അപ്പോൾ അവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് കണ്ടോ, ഇൻട്രാ ഷെങ്കൻ ടെർമിനൽ. പിന്നെ അവിടെ ഉള്ളത് ചാനൽ ടെർമിനൽ. എനിക്ക് തോന്നുന്നു ചാനൽ ടെർമിനലിലേക്കായിരിക്കും നമുക്ക് പോകേണ്ടത്. യൂറോസ്റ്റാർ, മൊത്തത്തിൽ കൺഫ്യൂസ്ഡാണ്. ഇത് തന്നെ ചാനൽ ടെർമിനൽ, അവിടെയാണ് പോകേണ്ടത്. ഇതാണ് നമ്മുടെ UK പോകുന്ന ആ ഒരു ടെർമിനൽ. അതായത് ബേസിക്കലി
നമ്മൾ കടലിനടിയിൽ കൂടെ ഉള്ള തുരങ്ക പാതയിലൂടെ പോകുന്ന ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിലാണ് നമ്മൾ ഇവിടുന്ന് യു കെക്ക് പോകാൻ പോകുന്നത്. നമ്മൾ പണ്ട് ഷംജിത് ഭായിയുടെ കാറ് കയറ്റിക്കൊണ്ട് പോയത് ഓർമ്മയുണ്ടോ? ഒരു ട്രെയിനിനകത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പാസഞ്ചർ ട്രെയിൻ. ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെ ചാനൽ ടെർമിനലിൽ നിന്നും നമ്മൾ പാസഞ്ചർ ട്രെയിനിൽ നമ്മൾ ലണ്ടനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷനും പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി ചെക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതിന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. ഇന്നൊന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് തൈരും കുറച്ച് ബെറീസും വാങ്ങിച്ചു. രാവിലെ ഇത് മതി മോനെ, ഡിങ്കിടി ഡാടാ. അങ്ങനെ നമ്മുടെ KLTUK ഈ യാത്രയുടെ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ 49ാമത്തെ രാജ്യമായിട്ടുള്ള UK പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്യുക, അകത്തേക്ക് കയറുക. എയർപോർട്ടിലെ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കാണ്. അതെനിക്ക് തോന്നുന്നു കസ്റ്റംസ് അല്ല, സെക്യൂരിറ്റി ചെക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പം ഫസ്റ്റ് ഫ്രാൻസിൻ്റെ ഇമിഗ്രേഷൻ, പാസ്പോർട്ട് കൊടുക്കുക, എക്സിറ്റ് അടിച്ച് തരും. അതിൻ്റെ തൊട്ട് പറയിൽ തന്നെ UK ഇമിഗ്രേഷൻ കൗണ്ടർ. അപ്പോൾ അവർ അവിടെ കൗണ്ടേഴ്സ് ഉണ്ട്. പാസ്പോർട്ട് കൊടുക്കുക, അവർ ചോദിക്കും എവിടെ പോകണം. ഞാൻ പറഞ്ഞു ലണ്ടൻ. ഒറ്റയ്ക്കാണോ പോകുന്നത്? ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കാണ് പോകുന്നത്. എത്ര ദിവസം ഉണ്ടാവും? ഞാൻ പറഞ്ഞു 2 ആഴ്ച ഉണ്ടാവും. പിന്നെ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ബ്രസൽസിൽ? ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് ദിവസം ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ യൂറോപ്പ് ട്രാവൽ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ചു നോക്കിയപ്പോൾ റഷ്യൻ വിസ. നീ എന്തിനാണ് റഷ്യയിൽ പോയെന്ന് എന്നോട് ചോദിച്ചു. റഷ്യയിൽ പോയെന്തിനാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരെ ഈ പറഞ്ഞ പോലെ ലാൻഡ് ബോർഡേഴ്സ് മാത്രം ക്രോസ് ചെയ്തുള്ള യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ റഷ്യ വഴി അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റഷ്യയിൽ പോയെന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഒന്നും പറഞ്ഞില്ല. വെൽക്കം ടു UK എന്ന് പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് തന്നു. നമ്മളങ്ങനെ UK കയറിയിരിക്കുകയാണ്. അതായത് യൂറോപ്പിൽ വെച്ച് തന്നെ നമ്മൾ UK ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ UK കയറിയിരിക്കുകയാണ് സൈസ്. യെസ്, അങ്ങനെ KLTUK യാത്ര നമ്മൾ അതിഗംഭീരമായിട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ വലിയൊരു എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മറ്റേ എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ സെയിം സെറ്റപ്പിലുള്ള ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ശരിക്കും ലിറ്ററലി ഇത് എയർപോർട്ട് പോലെ തന്നെയുള്ള സെയിം പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ ഹിയർ. സെൽഫ് ചെക്കൗട്ട് പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറുന്നപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. മദ്യത്തിന് മദ്യം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംഭവങ്ങളും ഉണ്ട് കേസ്. ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ വെയിറ്റിംഗ് ഏരിയ ആണ് യൂറോസ്റ്റാറിൻ്റെ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇവർ കയറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വിമാനത്തിൽ കയറാൻ കാത്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെ കാത്തിരിക്കണം. ബോർഡിംഗ് സ്റ്റാർട്ട്സ് 20 minutes ബിഫോർ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 20 minute മുമ്പ് മാത്രമേ നമ്മളെ കയറ്റുള്ളൂ. അപ്പോൾ സമയം ഇപ്പം 12 ആയതേ ഉള്ളൂ. ഒരു 10-15 minute കൂടെ കഴിഞ്ഞാൽ നമ്മളെ ട്രെയിനകത്തേക്ക് കയറ്റും. അടിപൊളി. അങ്ങനെ സമയമായി. നമ്മുടെ ട്രെയിനിലേക്കുള്ള ആ ഒരു ബോർഡിങ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ട്രെയിനിൽ കയറാം. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണേ. ശരിക്കും നമ്മളിപ്പോൾ ആക്ച്വലി UK സ്ഥലത്താണുള്ളത്. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞില്ലേ, നമ്മൾ ശരിക്കും UK സ്ഥലത്താണ് ഉള്ളത്, ടെറിട്ടറിയിലാണ് ഉള്ളത്. എന്തല്ലേ ഒന്നും പറയണ്ട. ഇവിടെ യൂറോപ്പിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാം. ഇതാണ് നമ്മുടെ ലണ്ടനിലേക്കുള്ള യൂറോസ്റ്റാർ ട്രെയിൻ. അടിപൊളി, ഭയങ്കര സെറ്റപ്പാട്ടോ. ഭയങ്കര റേറ്റല്ലേ വാങ്ങുന്നേ. അപ്പോൾ ഇത് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് നമ്മൾ ചാനൽ ടണലിലൂടെയാണ്. നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് 10ാം നമ്പർ കോച്ചിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. 10 എന്ന് പറയുന്നത് ഏതാണ്? 10, ഇത് 12, ഇത് 11, യെസ് 10. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ചാനൽ ടണലിലൂടെയാണ്. ഇത് ശരിക്കും 1994 ലണ്ടനും ഫ്രാൻസും കൂടെ കണക്ട് ചെയ്യുന്നത്, അതായത് UK യൂറോപ്പും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ടണലാണ്, റെയിൽവേ ടണലാണിത്. ഇതിനകത്തൂടെ ചരക്ക് വണ്ടികളും അതേപോലെ തന്നെ പാസഞ്ചർ ട്രെയിനുകളും ആയിരിക്കും പോവുക. ഈ ടണൽ എന്ന് പറയുന്നത് 50.46 കിലോമീറ്ററാണ്. എന്നാലോചിക്കുക, കടലിനടിയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ടണലാണിത്. അപ്പോൾ ആ ടണലിലൂടെ നമ്മൾ പണ്ട് ഷംജിത് ഭായിയുടെ കാർ റേഞ്ച് റോവർ കയറ്റി ഇതുപോലത്തെ ഒരു ഗുഡ്സ് ട്രെയിനിൽ കയറ്റി നമ്മൾ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പാസഞ്ചർ ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. എൻ്റെ 10ാം നമ്പർ കോച്ചിൽ 33ാമത്തെ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് ഫുള്ളായിരിക്കും ട്രെയിൻ എപ്പോഴും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് ഈ ട്രെയിനിലെ യാത്ര എന്ന് പറയുന്നത്. കാരണം വിമാനം ആണ് ബേസിക്കലി ചീപ്പ്. പിന്നെ ലാസ്റ്റ് സമയമാകുമ്പോഴാണ് വിമാനത്തെക്കാട്ടി ചീപ്പായിട്ട് ട്രെയിൻ മാറുന്നത്. അപ്പോൾ ആളുകൾ ഇതിനകത്തേക്ക് കയറും. പിന്നെ എന്നെപ്പോലെ പാസ് എടുത്തിട്ടുള്ള യാത്രക്കാരൊക്കെ ആയിരിക്കും കൂടുതലും ഇതിനകത്ത് കയറുക. എൻ്റെ മുമ്പിൽ പോകുന്നവരും പാസ്സാണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. ഇതാണ് ട്രെയിൻ. ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ടൈപ്പ് സീറ്റുകൾ. ട്രെയിനൊക്കെ ഫുള്ളായിരിക്കും മിക്കവാറും. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് ഇവിടുത്തെ സീറ്റാണ് കിട്ടിയത്. കാരണം നമുക്ക് പാസ്സുള്ള ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല.
അപ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഫ്രാൻസിലെ ലില്ലെ എന്ന് പറഞ്ഞൊരു സ്ഥലം വന്നു. അതായത് നമ്മൾ ബെൽജിയത്തിൽ നിന്ന് കയറി നമ്മൾ ഫ്രാൻസിലെത്തി. ഫ്രാൻസിലെ ലില്ലെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. അത് കുറച്ച് പേര് ട്രെയിനിൽ കയറി അവിടെ ഉണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചാനൽ ടണലിലേക്ക് പ്രവേശിക്കും. ട്രെയിൻ നല്ല വേഗതയില്ല, എനിക്ക് അത്യാവശ്യം 300 km/h സ്പീഡിൽ തന്നെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അടുത്ത സ്റ്റോപ്പ് ലണ്ടൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. യൂറോപ്പിൽ തന്നെ നമ്മളിതുവരെ കയറിയിട്ടില്ല. നമ്മൾ ഈ ഇംഗ്ലീഷ് ചാനൽ, ആ ചാനൽ ടണൽ കടന്നപ്പുറത്ത് പോയാൽ മാത്രമേ നമ്മൾ UK എത്തുള്ളൂ. നമ്മൾ ആ ടണലിൽ കയറുന്നത് നോക്കിയിരിക്കും. ഞാൻ ഒന്നും കാണത്തില്ലല്ലോ, ഇരുട്ടായിരിക്കും. എന്നാലും ആ ടണലിൽ കയറുന്ന ഒന്ന് കാണണം. ഇത്ര സ്പീഡിൽ പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, എൻ്റെ ഫോണിൻ്റെ GPS ഒന്നും കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ചാനൽ ടണലിൽ കയറാൻ പോകണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ സെക്യൂരിറ്റി ഏരിയ ഒക്കെ കാണാം. അങ്ങനെയാണ് ഇതായിരിക്കും മിക്കവാറും നമ്മൾ ചാനൽ ടണലിൽ കയറുന്നതെന്ന് തോന്നുന്നു. അവിടെ ഫുള്ള് ഫെൻസ്ഡാണ്. യെസ്, അത് തന്നെ, അടിപൊളി. അപ്പോൾ ഇനി 50 km നമ്മൾ ടണലിനകത്താണ്. ഈ ടണലിനകത്ത് നെറ്റ്വർക്ക് കിട്ടും, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളി. നമ്മളെത്തി ഗൈസ്, നോക്കൂ, നമ്മൾ UK കയറി. നമ്മൾ ഇംഗ്ലണ്ടിൽ കെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത്. കെൻ്റ് വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ചാനൽ ടണൽ എന്ന് പറയുന്ന ആ ഒരു സംരംഭമായിരുന്നു. അതുവഴിയാണ് നമ്മൾ ട്രെയിനിൽ വന്നത്. അടിപൊളി. അങ്ങനെ മഴ പെയ്ത് കിടക്കുകയാണല്ലോ ലണ്ടനിൽ. ഇവിടെ ലണ്ടൻ വന്നപ്പോഴത്തേക്കിനും മഴ, ബാക്കി എല്ലായിടത്തും നല്ല വെതറായിരുന്നു. ഇതാണ് ലണ്ടൻ്റെ കാര്യം. അയ്യോ, നമ്മൾ ലണ്ടൻ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 350 km ദൂരം 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് നമ്മൾ ലണ്ടൻ എത്തിയിരിക്കുകയാണ്. ലണ്ടൻ സെയിൻറ്റ് പാൻക്രാസ് സ്റ്റേഷനിലേക്ക് ഞാൻ വലതുകാൽ വെച്ച് ഇറങ്ങി. യൂറോസ്റ്റാർ വണ്ടിയിൽ നമ്മളിവിടെ എത്തി ഗൈസ്. നമ്മളെത്തി. പലതവണ ലണ്ടൻ UK ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം സന്തോഷവും ഒരു അഭിമാനമൊക്കെ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. ഞാൻ ഭയങ്കര മിസ്സിങ് ആണ്. അത് ഭയങ്കര വിഷമമുണ്ട്. ശ്വേതയ്ക്ക് ഋഷിക്ക് ഇവിടെ വരാൻ സാധിക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അത് എന്താ പറയുക, ആ ഒരു ഞാനിവിടെ എത്തുമ്പോഴത്തേക്കിനും എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ശ്വേത ഋഷി ഇവിടെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അവർക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് UK ഗവൺമെൻറ് അവർക്ക് വിസ കൊടുത്തില്ല. ഇനി UK ഗവൺമെൻറ് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് കൂടുതലാണ്. അതായത് സാധാരണ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമല്ലോ. ഈ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആ ഒരു ഇൻകം ടാക്സ് റിട്ടേണിനെക്കാട്ടി കൂടുതൽ, അത് നമ്മൾ ഡിക്ലെയർ ചെയ്ത പൈസയെക്കാട്ടി കൂടുതൽ കഴിഞ്ഞ 6 മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വിസ റിജക്റ്റ് ചെയ്തത്. അത് നമ്മൾ യൂട്യൂബേഴ്സ് അല്ലേ, നമുക്കോരോ മാസവും ഇപ്പം ചില മാസം കൂടുതൽ പൈസ കിട്ടും, ചില മാസം കുറച്ച് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സംഭവങ്ങളും ടാക്സ് അടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്താലും ഇതുപോലുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, ഇനിയിപ്പം നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും അതിൻ്റെ റീസൺസൊക്കെ പറഞ്ഞിട്ട് ഇനി രണ്ടാമത് വീണ്ടും അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് റിജക്റ്റ് ആയി. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വളരെ സക്സസ് ആയിട്ട് നമ്മുടെ ആ ഒരു യാത്ര നമ്മൾ പൂർത്തിയാക്കി. നമ്മൾ UK എത്തി. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളിനി ഒരു 2 എപ്പിസോഡും കൂടെ ഈ ഒരു KLT UK യാത്രയുടെ ഉണ്ടാവും. കാരണം നമ്മളിവിടെ നിന്ന് നേരെ സ്കോട്ട്ലൻഡിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അയർലൻഡ് വരെ നമ്മൾ പോകും. കാരണം അയർലൻഡ് വരെ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും 50 രാജ്യങ്ങൾ ഈ യാത്രയിൽ പൂർത്തിയാക്കുന്നത്. നമുക്ക് അയർലൻഡ് വരെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അയർലൻഡ് ഡബ്ലിൻ വരെ പോയിട്ട് തിരിച്ച് ഞാൻ UK വരും. എന്നിട്ടായിരിക്കും ഞാൻ നാട്ടിലേക്ക് മടങ്ങുക. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓൾറെഡി UK എത്തിയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ വീഡിയോകളൊക്കെ എപ്പോഴും വരിക. അപ്പോൾ എന്തായാലും ഐ ആം ഗോയിങ് ഔട്ട് ഫ്രം സെയിൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ. ലണ്ടൻ നഗരത്തിലെ ഇൻ്റർനാഷണൽ ട്രെയിനുകൾ പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് സെയിൻറ്റ് പാൻക്രാസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ചില്ലിൻ്റെ അപ്പുറത്ത് വരെ വന്ന് നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ ആദ്യം ആയിട്ട് ഇതിനകത്തേക്ക് കയറാൻ സാധിച്ചത്. ഇവിടെ നമുക്ക് ഡെൻറ്റ് ലണ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഒരു ക്ലോക്ക് കാണാം. ആ ക്ലോക്കിൽ സമയം 2 മണി. അപ്പോൾ നമുക്കിവിടെ പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ നമുക്കിവിടെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉമ്മ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടാ, അടിപൊളി. അപ്പോൾ ആ അതിമനോഹരമായിട്ടുള്ള ആ ഒരു പുരാതനമായിട്ട് ഒട്ടേറെ
ചരിത്രവും കഥകളും ഒക്കെ പറയാനുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റുമോ നോക്കിയാൽ മറന്നു പോയില്ലെങ്കിൽ ഇട്ടുതരാം. വരുന്ന വഴിക്ക് കസ്റ്റംസിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ചുമ്മാ നമ്മൾ നടന്നെങ്കിൽ വന്നാൽ മതി. അവർക്ക് ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ വിളിക്കുകയുള്ളൂ. നമ്മൾ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് പോലെ തന്നെ നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ടാ, ഇങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇത് കൊള്ളാം കേട്ടോ. ഇതൊരു ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു സ്ഥലം ഉണ്ടല്ലേ, അടി പൊളി. കണ്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ ഒരാൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നതാണോ, പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നതാണോ. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഷംജിത് ഭായ് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പുറത്തുണ്ട്. ഷംജിത് ഭായിയുടെ കൂടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. പിന്നെ വേറെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അയ്യോ, ഇവിടെ മഴയും കൂടെ പെയ്തിട്ട് കുത്തുന്ന തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമ്മൾ ഈ മഴ പെയ്ത് സ്വാഗതം ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ മഴ പെയ്ത് ലണ്ടൻ എന്നെ സ്വാഗതം ചെയ്തു ഗൈസ്. അതാണ് ഇവിടെ കാണുന്നത്. മഴ പെയ്ത് ലണ്ടൻ എന്നെ സ്വാഗതം ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് രീതി വേണം പറയാം, ഏത് രീതി വേണം പറയാം. അമ്മോ, ലണ്ടൻ ബസ്സുകൾ. അയ്യോ, അതാ വന്നു നമ്മുടെ ഷംജിത് ഭായ്. ഓക്കെ ആണ്. ഞാൻ ബാഗ് വെച്ചിട്ട് വരട്ടെ. ഷംജിത് ഭായ് ബൊക്കെയൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. ബൊക്കെ ഇതിനകത്ത് നിറച്ച് സാധനങ്ങളാണല്ലോ. ബുക്ക് നമ്മുടെ ബുക്കാ. അത് ഇതിനകത്തൊന്നും മാറ്റിയില്ല. ഞാൻ അകത്ത് വെക്കാം, എനിക്ക് വയ്യ. ബുക്ക് എപ്പോഴും കൈ കൊണ്ട് നടക്കാം അല്ലേ. ഇതാ പൊല്ലോ, യാത്രക്ക് അടിപൊളി, ഉഷാർ. താങ്ക് യു സോ മച്ച്. ലണ്ടനിലേക്ക് സ്വാഗതം. അടിപൊളി, ഇപ്പൊ അകറാം. നമ്മൾ ഇന്നലെ കണ്ടിട്ട് പിരിഞ്ഞതേ ഉള്ളു. പുള്ളിയോടെ വന്നിട്ട് ബൊക്കെയൊക്കെ വാങ്ങിച്ചിട്ട് സ്വീകരിക്കണ്ടേ. നല്ല മണമുള്ള ബൊക്കെ, അടിപൊളി, കൊള്ളാം. താങ്ക് യു സോ മച്ച് സഞ്ജിത് ഭായ്, സോ ഹാപ്പി. ഭയങ്കര സന്തോഷം. ഇതിനു മുമ്പ് പലവണ ലണ്ടൻ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സന്തോഷം കിട്ടിയിട്ടില്ല. ഒരുപാട് എഫേർട്ട് എടുത്ത് വന്ന യാത്രയാണ്. യാത്രയിൽ ഞാൻ സ്വീകരിക്കാൻ വരുമ്പോൾ അതിലും സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മൾ എവിടെ ഭക്ഷണം കഴിക്കാൻ പോകും? തീർച്ചയായിട്ടും നമുക്ക് സൗത്ത് ഇന്ത്യൻ വേണം, മെക്സിക്കൻ, എന്ത് വേണം കഴിക്കും, എന്തും കഴിക്കും. ഞാൻ നോമ്പാണ്. നിങ്ങൾ നോമ്പാണ്, ഓക്കെ ഫൈൻ. എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്. ഷംജിത് ഭായ്, അപ്പോൾ എന്താ പറയുക, ഫൈനലി നമ്മളിവിടെ എത്തി അല്ലേ. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയല്ലോ. നമ്മൾ ഈ ഒരു യാത്ര ആരംഭിച്ചത് നമ്മൾ 2024 മെയ് 5-ാം തീയതിയാണ്. മെയ് 5-ാം തീയതി നമ്മൾ എറണാകുളത്ത് നിന്നും ഒരു ആന വണ്ടിയിൽ നമ്മൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ രാജ്യങ്ങൾ കവർ ചെയ്ത്, പല രാജ്യങ്ങൾ കവർ ചെയ്ത് ആദ്യം സിംഗപ്പൂർ വരെ പോയി. സിംഗപ്പൂരിൽ നിന്നും നമ്മുടെ സെക്കൻഡ് ഫേസ് ആരംഭിച്ച് സിംഗപ്പൂരിൽ നിന്നും ഇപ്പോൾ നമ്മളിവിടെ ലണ്ടനിലെത്തി നിൽക്കുകയാണ്. ബേസിക്കലി ഈ മെയ് 5-ാം തീയതി ആരംഭിച്ച യാത്ര ഞാനിപ്പോൾ മാർച്ച് 13-നാണ് ലണ്ടനിലെത്തിയിരിക്കുന്നത്. ഈ മെയ് 5 മുതൽ മാർച്ച് 13 വരെ 313 ദിവസമുണ്ട്. ഈ 313 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രക്കിടയിൽ ഞാൻ 9 തവണ ഞാൻ നാട്ടിൽ പോയി. ഈ 9 തവണ നാട്ടിൽ പോകുക എന്ന് പറയുന്നത് എവിടെ നിന്നാണോ നാട്ടിൽ പോയത് അവിടെ തന്നെ തിരിച്ചു വന്നു. 9 തവണ നാട്ടിൽ പോയത് ആകെ ഈ കഴിഞ്ഞ 313 ദിവസത്തിൽ ഞാൻ 72 ദിവസമാണ് ഇന്ത്യയിൽ നിന്നത്. അത്ര നിന്നിട്ടുള്ളൂ. 72 ദിവസം മതി. 9 തവണ ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് നാട്ടിൽ പോയി. ഞാൻ എൻ്റെ വീട്ടുകാരെ കാണാൻ, എൻ്റെ മോനെ കാണാൻ, എൻ്റെ ഭാര്യയെ കാണാനും, എൻ്റെ ഫാമിലിയെ കാണാനും, പിന്നെ സ്കൂളിൻ്റെ അഡ്മിഷൻ, മോനെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ, പിന്നെ എനിക്ക് വിസ എടുക്കുന്നതിന്, ചൈനീസ് വിസ, റഷ്യൻ വിസ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല വിസ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ടാണ് നാട്ടിൽ പോയത്. അതായത് 313 ദിവസത്തെ യാത്രക്കിടയിൽ 72 ദിവസമാണ് ഞാൻ ആകെ ഇന്ത്യയിൽ നിന്നിട്ടുള്ളത്. ബാക്കി 241 ദിവസം നമ്മൾ യാത്ര തന്നെയായിരുന്നു. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂർ വരെ പോയി അവിടെ നിന്നും ലണ്ടൻ വരെ എത്താനായിട്ട് നമുക്ക് 241 ദിവസം എടുത്തു എന്നുള്ളതാണ്. പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു. നീ ഇത്ര ഉണ്ടാക്കിയിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയില്ല. ഇതൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു നൊമാഡല്ല, ഞാനൊരു എന്താ പറയുക, ഒരു നാടോടിയല്ല, ഞാൻ ഒരു യാത്രികനാണ്. ഞാൻ യാത്രകൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവിടെ ചെയ്യുന്ന ഓരോ യാത്രകളും ഞാൻ എൻജോയ് ചെയ്യും. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ലണ്ടൻ വരെ ലാൻഡ് ബോർഡേഴ്സ് മാത്രം ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറി മറ്റ് രാജ്യങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യാതെ ലാൻഡ് ബോർഡറും കപ്പലും മാർഗമുള്ള ബോർഡർ ക്രോസ് ചെയ്തെത്തുക എന്നുള്ളതായിരുന്നു. നമ്മളിവിടെ എത്തി.
പിന്നെ അവസാന സമയം യൂറോപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓടി തന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു ഇന്ത്യക്കാരന് യൂറോപ്പിൽ നമുക്ക് ആകെ നിൽക്കാൻ സാധിക്കുന്നത് 180 ഡേയ്സിൽ 90 ഡേയ്സ് മാത്രമാണ്. അതായത് 6 മാസത്തിൽ നമുക്ക് 3 മാസം മാത്രമേ നമുക്കൊരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് യൂറോപ്പിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂറോപ്പ് ഓടി തീർത്താൽ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ വീണ്ടും യൂറോപ്പ് പോകണമെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ടും ഞാൻ കറക്റ്റ് അറ്റപ്പറ്റയാണ് 3 മാസം തികച്ചാണ് 90 ഡേയ്സിനുള്ളിലാണ് ഞാൻ യൂറോപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തത്. കാരണം അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ ഇമിഗ്രേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇവർ കൗണ്ട് ചെയ്ത് നോക്കും ഡേയ്സ് ഞാൻ എത്ര ദിവസം നിന്നുള്ളത്. ഓവർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി യൂറോപ്പിൽ പോകാൻ പോലും എനിക്ക് വിസ കിട്ടാത്ത രീതിയിലേക്ക് അവർ മാറ്റും. സോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അത് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. വിശപ്പ മെയിൻ. നമ്മളിവിടെ ലൂട്ടണിലെത്തി. ലൂട്ടൺ ആക്ച്വലി ഞാൻ പണ്ട് ലണ്ടൻ വന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന സ്ഥലമാണ് ലൂട്ടൺ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കണ്ടാണ് MBR ഫുഡ്സ്. അതായത് ഷംജിത് ഭായിയുടെ എന്താ പറയുക പുതിയ സംരംഭമാണ് ഈ MBR ഫുഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഏത് യൂണിവേഴ്സിറ്റി അത്? ഇത് പിന്നെ ബെഡ്ഫോർഡ്ഷയർ അല്ലേ? ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ലൂട്ടണിൽ ഷംജിത് ഭായ് പുതിയതായിട്ട് തുടങ്ങിയ കട. ഷംജിത് ഭായ് എന്താ ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ല. ഷംജിത് ഭായ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഈ കട ഷംജിത് ഭായിയുടെ അല്ല കേട്ടോ. ഷംജിത് ഭായ് മെയിനായിട്ട് എന്താ പറയുക ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് അങ്ങനത്തെ പല പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഷംജിത് ഭായ് ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ ടേസ്റ്റബിൾസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ പ്രൊമോട്ട് ചെയ്ത ടേസ്റ്റബിൾസിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ലണ്ടനിലുണ്ട്. ഇനി അതല്ലാതെ പുതിയ കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഷംജിത് ഭായിയുടെ ഓൺ പ്രോഡക്ട്സ് ആണ്. അതായത് കുറേ സാധനങ്ങളുണ്ട്. അത് ഇവിടെ ഒരു വലിയൊരു ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രോസൺ ഫുഡ്സാണ്. ഷംജിത് ഭായ് തന്നെ പറ എന്താ സംഭവം എന്നുള്ളത്. നിങ്ങളുടെ പുതിയ സംരംഭമാണല്ലോ. എല്ലാം റെഡി ടു ഈറ്റ് ആണ്, ഫ്രോസൺ ആണ്. പിന്നെ വേറെ മായങ്ങളൊന്നുമില്ല. ഇത് ഫ്രോസൺ ചെയ്യുന്നു. അതെ, നമ്മൾക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും തിരക്കുള്ള കാലഘട്ടത്തിലായതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രോസൺ ഐറ്റംസ് ആണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫീഡ്ബാക്ക് ഉണ്ട്. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. അതായത് ഞാൻ പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇത് ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. ഇനി കൂടുതൽ പ്രോഡക്റ്റുകൾ വരുന്നു. ഇത് ഉന്നക്കായ, അതായത് റെഡി ടു ഈറ്റ് ഉന്നക്കായ ആണോ ഇത്? എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി? നേരെ മൈക്രോവേവ് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വാങ്ങിക്കുക, മൈക്രോവേവിൽ 2 മിനിറ്റ് വെക്കുക, ചൂടാക്കുക, നമുക്ക് കഴിക്കാം അല്ലേ? അങ്ങനല്ല പരിപാടി. ഉന്നക്കായ ഉണ്ട്, പിന്നെ പാൽക്കപ്പയുണ്ട്. അതായത് ഇതൊക്കെ നമുക്ക് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി കഴിക്കാവുന്ന രീതിയിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ കോഴിക്കട്ടയുണ്ട്, കണ്ടല്ലേ കോഴിക്കട്ട. പിന്നെന്താ ഉള്ളത്? ഇതെന്താ സാധനം? ഇലയട ജാഗറി. പിന്നെ മറ്റേ കുമ്പിളപ്പം. ഇത് മറ്റേ ഇലക്കകത്ത് പൊതിഞ്ഞാണോ വരുന്നേ? ഭക്ഷണം ഇലക്കകത്ത് ആണോ? വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. അടിപൊളി. സുഗിയനുണ്ട്, പരിപ്പുവട. ഈ പരിപ്പുവട എങ്ങനെയാണ് നമുക്ക് ഇതപ്പം ഇത് വറക്കണ്ട? ഒന്നും ചെയ്യാം. വറുത്ത പരിപ്പുവടയാ? ആണോ? അടിപൊളി. പരിപ്പുവടയൊക്കെ റെഡി ടു ഈറ്റ് ഒക്കെ എങ്ങനെയാണോ ദൈവമേ? അതൊക്കെ എങ്ങനെയാണ് രഞ്ജിത് ഭായ്? അത് നമ്മൾ കുക്ക് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോസൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആണ്. ആണോ? പിന്നെ അത് ശരി. കുഴപ്പമില്ല. ടെക്നോളജി അത്രയും മാറി. ആളുകൾക്ക് സമയമില്ലല്ലോ ഇപ്പം. യുകെയിലൊക്കെ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ വരുമ്പോൾ ആളുകളെല്ലാം പ്രിഫർ ചെയ്യുന്നത് നാട്ടിൽ അതേ ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ. നമ്മളെ ഫാമിലി ഇതുണ്ട് വെജ് പപ്സ്. ഇതൊക്കെ നമുക്ക് അങ്ങനെ എല്ലാം കിട്ടും, സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതെന്ത്? ഇത് നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ മിക്സ്. അതായത് നമുക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുക്ക് ചെയ്യണം സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി. പിന്നെ പൊടിയൊന്നുമില്ല. കട്ട്സ് വെജിറ്റബിൾ കട്ട്സ്, മിക്സഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഇത് ഫ്രഷ് വെജിറ്റബിൾസ് വാങ്ങുന്നതിലും ചീപ്പാണോ? പിന്നെ കട്ട് ചെയ്യണ്ട, നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. റെസ്റ്റോറൻറ്റിലാണെങ്കിലും അതൊക്കെ സമയം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റുകൾക്കായിട്ട് ബൾക്കായിട്ട് നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടോ? അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്തത്. അത് ശരി. ഓക്കെ. ഇത് ഇഡ്ഡലി ഫാമിലി പാക്ക്. അതായത് ഇത് പുഴുങ്ങിയെടുക്കണം. എന്ത് ചെയ്യണം? കുക്ക്ഡാണ്. അത് ശരി. നമ്മൾ പണ്ട് മുതൽ ഈ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രോസൺ ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഫ്രഞ്ച് ഫ്രൈസ്, നഗ്ഗറ്റ്സ്, പിന്നെ വേറെന്താണ്, അതായത് ഈ പാശ്ചാത്യ നാടുകളിൽ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമാണ് നമ്മളെല്ലാവരും ഫ്രോസൺ ഫുഡായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതായത് പലതരത്തിലുള്ള മീറ്റ്, പിന്നെ സോസേജുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് നമ്മുടെ ഓൺ പ്രോഡക്റ്റുകൾ, നമ്മുടെ ഓൺ നാടൻ പ്രോഡക്റ്റുകൾ, ഇതുപോലെയുള്ള നാടൻ പ്രോഡക്റ്റുകൾ, ഈവൻ ദോശയും ഇഡ്ഡലിയും വരെ ഫ്രോസൺ ഫുഡായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഫ്രോസൺ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ജിലേബി കാണാം. അതുകൊണ്ടോ ജിലേബി? ഇത് ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്ന ജിലേബിയാണ്.
ഇത് നമുക്ക് കറുത്ത ഹലുവ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ലഡ്ഡു, പിന്നെ വെജ് കട്ട്ലറ്റ്, ഉഴുന്ന് വട, പിന്നെ ഇത് നമ്മുടെ ഇടിയപ്പം, പിന്നെ പാലപ്പം. അടിപൊളി. ബിരിയാണി ഉണ്ടോ? ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി വരുന്നുണ്ട്. ഇനി എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് വരുന്നത്? നമുക്ക് എല്ലാ കറി ഐറ്റംസും വരുന്നുണ്ട്. പുട്ട്, കടല, ഒരാൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും. അതായത് കറികളും വരുന്നുണ്ട് ഇനി കൂടുതലായിട്ട്. ഓക്കെ. ഇനി ഇവരുടെ ഏറ്റവും കിടിലൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മലബാർ പൊറോട്ട. അതായത് ഈ സാധനം ക്ലാസ് ആണ്. ഇത് പല റെസ്റ്റോറൻറ്റുകളിലും നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് പേര് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെയുള്ള പല റെസ്റ്റോറൻറ്റുകളിലും പൊറോട്ടയായിട്ട് കൊടുക്കുന്നത് ഈ മലബാർ പൊറോട്ടയാണ്. ഇവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും വലിയ പാക്കറ്റിൽ കൊടുക്കും അല്ലേ? പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പൊറോട്ടകളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കട്ട് മാംഗോ ഗ്രീൻ. അപ്പോൾ ഇത് വെറുതെ പിക്കിളൊക്കെ ഇടാൻ വേണ്ടിയുള്ളത്. അടിപൊളി. കട്ട് മാംഗോ ഗ്രീൻ. പിന്നെ ഇത് ഇടിയപ്പം ഫാമിലി പാക്ക്. അതായത് ഇടിയപ്പം ഉണ്ടാക്കി പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടുപോയി മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ കൊത്തു പൊറോട്ട. ഇത് കുക്ക് ചെയ്യണ്ടേ? ഇത് കുക്ക് ചെയ്യണം. കൊത്തു പൊറോട്ട. പിന്നെ നമുക്കിവിടെ റെഡ് ഒണിയൻ കാണാം. അതായത് ഉള്ളി, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി നമുക്ക് പൊളിച്ചെടുക്കണ്ട, നമുക്ക് ഇതുപോലെ ഫ്രോസൺ ഉള്ളി കിട്ടും. പിന്നെ തേങ്ങാക്കൊത്ത് കിട്ടും. പിന്നെ തേങ്ങാപ്പീര ഉണ്ട്. പിന്നെ തേങ്ങാപ്പീര കിടക്കുന്നു. എൻ്റെ അമ്മോ, അടിപൊളി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കും പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒറിജിനൽ വാങ്ങുന്നതിലും അഫോർഡബിൾ ആയിട്ടാണ്. പിന്നെ ഈസി ടു യൂസ് ആണ്. വീട്ടിൽ ക്ഷീണിച്ച് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എടുത്തിട്ട്. ഇതെല്ലാം നാട്ടിൽ നിന്ന് വരുന്നതാണ്. നാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് നാട്ടിൽ അവൈലബിൾ ആണോ ഈ പ്രോഡക്ട്സ്? ഇല്ല, നാട്ടിൽ അവൈലബിൾ അല്ല. നാട്ടിൽ അവൈലബിൾ ആവുമോ? പിന്നെ നാട്ടിലെ ആളുകൾ സിസ്റ്റം ഫോളോ സൂൺ മേ ബി നാട്ടിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യത്ത് അവൈലബിൾ ആയി? ഇപ്പോൾ നമുക്ക് സിംഗപ്പൂർ അവൈലബിൾ ആണ്. നമ്മളിപ്പം പിന്നെ ഇനിയിപ്പോൾ ന്യൂസിലാൻഡ് പോലെയുള്ള യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമ്മളിപ്പോൾ ലോഞ്ച് ആണ്. ഓക്കെ. അതെന്തായാലും ഗംഭീര സംഭവമാണ്. ഇതിൽ പല പ്രോഡക്റ്റുകളും നമ്മൾ പലതവണയായിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഷംജിത് ഭായിനെ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഷംജിത് ഭായിനെ കോൺടാക്ട് ചെയ്യാം അല്ലേ? എന്തായാലും അങ്ങനെയാണ് സംഭവങ്ങൾ. എന്തായാലും ഷംജിത് ഭായ് അങ്ങനെ വലിയൊരു സംരംഭകനിൽ നിന്നും നെക്സ്റ്റ് ഒരു പടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് റിസ്വാൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയും കൂടിയിട്ടാണ് നമ്മൾ ഒരു മേജർ വേൾഡ് അക്രോസ് വേൾഡ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. തകർക്ക്. അപ്പോൾ കേരള ഡിലൈറ്റ്സ് മറക്കണ്ട. ഓക്കെ. അപ്പോൾ എന്തായാലും പോവല്ലേ നമുക്കിനി? ഇപ്പോൾ തിരിച്ച് നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു. ഷംജിത് ഭായ് ഇവിടെ കടയിലിരിക്കുകയായിരുന്നു. ഞാൻ അപ്പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് വന്നു. വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അപ്പോൾ ശരി, സീ യു ടുമോറോ. നാളെ കാണാം. ബൈ. അങ്ങനെ നമ്മൾ എവിടെത്തി? നമ്മൾ സ്ഥിരം വന്നാൽ താമസിക്കുന്ന ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹീത്രോ T5 ആ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. യെസ്, ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, സ്വാഗതം ചെയ്യാനായിട്ട് വെൽക്കം ടു ഹോളിഡേ ഇൻ എക്സ്പ്രസ് T5 എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, വലിയ റൂമാട്ടോ ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിൽ. എന്തായാലും അങ്ങനെ നമ്മൾ ലണ്ടനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സ്കോട്ട്ലൻഡ് വഴി അയർലൻഡും കൂടെ പോയിട്ട് വരും. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. See you again tomorrow.